മക്കളെ ക്രിസ്മസ് എക്സാമിന് ഉറപ്പായിട്ടും ഒരു എഡിറ്റിംഗ് വരും, അത് കൺഫേം ആണ് കേട്ടോ. അപ്പോൾ ഒരു എഡിറ്റിംഗിന്റെ മോഡൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള എഡിറ്റിംഗ് ആണ് വരിക കേട്ടോ. യെസ്റ്റർഡേ ആയിഷ ഗോ ടു ദ മാർക്കറ്റ് വിത്ത് ഹർ മദർ. ഇതിനകത്ത് ആദ്യം തന്നെ യെസ്റ്റർഡേ എന്നുള്ളൊരു കാര്യം നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ. യെസ്റ്റർഡേ എന്ന് പറഞ്ഞാൽ ഇന്നലെയാണല്ലോ, അപ്പൊ അത് പാസ്റ്റ് അല്ലേ. സോ യെസ്റ്റർഡേന്റെ കൂടെ ഗോ എന്നുള്ളത് നമ്മൾ ചേർക്കോ. ഗോ എന്ന് പറഞ്ഞാൽ പ്രസന്റ് അല്ലേടാ. സോ അതിനെ മാറ്റിയിട്ട് നമ്മൾ ഗോന്റെ V2 ഫോം ആയിട്ടുള്ള വെന്റ് എന്നാക്കി മാറ്റി എഴുതണം. ഓക്കെ, സോ നിങ്ങൾക്ക് ടെൻസ് മാറ്റാനുള്ള ഒരു, അതായത് ആ എഡിറ്റിങ്ങിനകത്ത് ഒന്നെന്തായിരിക്കും, ടെൻസ് മാറ്റാനായിരിക്കും. ദെൻ ദേ ബോട്ട് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ഫ്രം എ ഷോപ്പ്. ഇതിനകത്ത് വെജിറ്റബിൾസ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കാണാം. സോ വെജിറ്റബിൾസ് എന്താണ് സ്പെല്ലിംഗ്, എന്താണ് വെജിറ്റബിൾസ് അല്ലേ. യെസ്, ഇതാണല്ലോ വെജിറ്റബിൾസിന്റെ സ്പെല്ലിങ്. സോ സ്പെല്ലിംഗ് മിസ്റ്റേക്കും നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ആ ഒരു ഡാഷ് കാണുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു അണ്ടർലൈൻ കാണുന്ന സമയത്ത് അതൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്കിനുള്ള സ്കോപ്പ് ഉണ്ടോ എന്ന് കൂടെ നോക്കണം. ദെൻ ഷീ ഓൾസോ പർച്ചേസ്ഡ് എ ന്യൂ ഫ്രോക്ക് ഫോർ ഹർ ബർത്ത്ഡേ. അതിനകത്ത് വേറെ വലിയ തെറ്റൊന്നും കാണുന്നില്ല. പക്ഷേ ഇവിടെ നോക്കിയിടാ, ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമ്മൾ എന്ത് യൂസ് ചെയ്യരുത്, സ്മോൾ ലെറ്റർ യൂസ് ചെയ്യരുത് അല്ലേ. അതിനുശേഷം നമ്മൾ എന്താണ്, ക്യാപിറ്റൽ ലെറ്റർ വേണം യൂസ് ചെയ്യാൻ. സോ ഇവിടെ യെസ് ക്യാപിറ്റൽ ആയിരിക്കും. എന്തായിരിക്കും, ക്യാപിറ്റൽ ആയിരിക്കും. ദെൻ ദ ഷോപ്പ് കീപ്പർ വാസ് വെരി കൈൻഡ് ആൻഡ് ഹെൽപ്ഫുൾ. ഓഫ് ദെം ആണോ പറയാ, ഓഫ് ദെം എന്ന് പറയില്ല, ടു ദെം ആണ് അല്ലേ. എന്താണ്, ടു ദെം ആണ് കേട്ടോ. ആഫ്റ്റർ ഹോം റിട്ടേണിംഗ് ഐഷ സ്റ്റാർട്ടഡ് ഡൂയിങ് ഹെർ ഹോംവർക്ക്. ഹോം റിട്ടേണിംഗ് എന്ന് പറയോ, ഇല്ല. ഇതിനെ നമ്മൾ നേരെ തിരിച്ചിട്ട് എന്താ പറയാ, റിട്ടേണിംഗ് ഹോം എന്നാ പറയാ, റിട്ടേണിംഗ് ഹോം എന്നല്ലേ. സോ ഇതുപോലത്തെ ഒരു എഡിറ്റിംഗ് ക്വസ്റ്റ്യൻ നാളെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ എന്തായാലും പ്രതീക്ഷിച്ചോളൂ കേട്ടോ. ഇതേപോലത്തെ കൂടുതൽ വീഡിയോസ് വേണമെന്നാണെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ ഉറപ്പായിട്ടും ഫോളോ ചെയ്യുക. അതേപോലെ തന്നെ താഴെ ഇംഗ്ലീഷ് എന്നൊന്ന് കമന്റ് ചെയ്യുക കേട്ടോ. ഇംഗ്ലീഷിന് കമന്റ് ചെയ്യാൽ ഇതേപോലുള്ള കൂടുതൽ കോണ്ടന്റ് നിങ്ങൾക്ക് എന്തായാലും അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.